നമസ്കാരം. തിരുവനന്തപുരത്തിൻ്റെ മുഖശ്രീയാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. തിരുവനന്തപുരത്തുകാർ അവരുടെ രക്ഷകനായി കാണുന്ന ശ്രീ പത്മനാഭനെയാണ്. അപ്പോൾ ഈ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ നാളുകളായി പുറത്തു വരുന്ന വാർത്തകളാകട്ടെ പത്മനാഭസ്വാമിയുടെ ഭക്തരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. അതെ, നിരവധി ഡസനോളം മോഷണ കഥകൾ ഈ അടുത്ത കാലത്ത് തന്നെ നമ്മൾ കേട്ടു കഴിഞ്ഞു. വലിയ നിധിശേഖരമുള്ള ക്ഷേത്രമാണ്. മോഷണ കഥകൾ വരുന്നു, മാത്രമല്ല കെടുകാര്യസ്ഥതയുടെ കഥകൾ വരുന്നു, നിരവധി ദുരൂഹതകൾ നമുക്കതിലെല്ലാം കാണാനും കഴിയുന്നുണ്ട്. എന്താണ് ഈ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഇത്തരം പ്രശ്നങ്ങളുടെ മൂലകാരണം? കുമാറെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്തെ ആബാലവൃദ്ധം ജനങ്ങളുടെ, അത് ജാതി മതഭേദമന്യേ അവരുടെ രക്ഷാപുരുഷനായി കാണുന്ന ശ്രീ പത്മനാഭൻ്റെ ആ ഒരു മഹാക്ഷേത്രം ഇന്ന് ലോകപ്രസിദ്ധമാണ്. 2011 അവിടുത്തെ നിധിശേഖരത്തെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നതോടുകൂടി ലോകമെമ്പാടും ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ഖ്യാതി നിറഞ്ഞു നിൽക്കുകയാണ്. അതിനെ തുടർന്ന് നമുക്കറിയാം, കഴിഞ്ഞ 10-ലേറെ വർഷങ്ങളായി, ഇപ്പോൾ ഏതാണ്ട് 15 വർഷത്തോളം ആകുന്നു, വലിയ സുരക്ഷയാണ് ക്ഷേത്രത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് വൈപ്പ്. ഇതിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളനുസരിച്ച് ഒരു 3 ലെയർ സംവിധാനം, 3 ടയർ സുരക്ഷാ സംവിധാനമാണ് ക്ഷേത്രത്തിന് ഉള്ളത്. കാര്യം, കോടിക്കണക്കിന് സ്വത്തുക്കൾ തിരുപ്പതി അതുപോലെ തിരുപ്പതിയായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വിലപിടിപ്പുള്ള ക്ഷേത്രം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ കണക്കുകൾ പുറത്തു വന്നതോടുകൂടി പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് വലിയൊരു സ്ഥാനം തന്നെ നേടാനായി. അതിൽ തുറക്കാത്ത നിലവറകൾ ഇനിയും. അതെ, അതേക്കുറിച്ചൊക്കെ വലിയ ചർച്ചകൾ വേറെ നടക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും ഈ തുറന്ന നിലവറകളിൽ നടന്ന കണക്കെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ 100 കോടിയിലധികം വരുന്ന വലിയ നിധിശേഖരം, ഒരു മനുഷ്യായുസിൽ കാണാൻ കഴിയുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ വലിയ നിധിശേഖരമാണ് അവിടുത്തെ നിലവറകളിൽ ഉണ്ട് എന്ന് പറയുന്നത് ഒട്ടും അതിശയോക്തിയുടെ ബലത്തിലല്ല. അത് സത്യമായ കാര്യമാണ്. അതിൻ്റെ വലിയ ചരിത്രമൊക്കെ ഉണ്ട്, ഇല്ലേ? പണ്ട് കാലങ്ങളിൽ ടിപ്പുവിൻ്റെ പടയോട്ട സമയത്തൊക്കെ പല ശേഖരവും ഇതിനകത്ത് വന്നിരുന്നു. അതുമാത്രമല്ല, തിരുവിതാംകൂർ രാജകുടുംബവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരുപാട് ചടങ്ങുകൾ ഇവിടെ ഉണ്ടായിരുന്നു. തുലാപുരുഷദാനം, അങ്ങനെയൊക്കെയുള്ള മുറജപം, ലക്ഷദീപം, ഇതൊക്കെയായി ബന്ധപ്പെട്ട് ഇവിടെ വരുന്ന സമ്പത്തുകളൊക്കെ ക്ഷേത്ര സമ്പത്തുകളായി. അതുമാത്രമല്ല, പത്മനാഭദാസന്മാരായി തിരുവിതാംകൂർ രാജ്യം മാറിയതോടുകൂടി, തിരുവിതാംകൂർ രാജകുടുംബം മാറിയതോടുകൂടി അവരുടെ സ്വത്തുക്കൾ കൂടി ഇതിനകത്ത് വന്നു എന്നുള്ളതാണ് വൈപ്പ്. എന്തു തന്നെയായാലും വലിയ നിധിശേഖരം അതിനകത്തുണ്ട് എന്നുള്ള കാര്യം ആർക്കും സംശയമില്ലാത്ത കാര്യമാണ്. അതിന് പ്രത്യേക കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് കണക്കെടുപ്പൊക്കെ നടത്തിയതാണ്. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം അതല്ല. അതിനുശേഷം വലിയ സുരക്ഷയാണ് ക്ഷേത്രത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു 3 ലെയർ സംവിധാനമൊക്കെ അവിടെ ഉണ്ട്. വലിയ സുരക്ഷ, ചുറ്റോടു ചുറ്റും CCTV ക്യാമറകൾ, ബാരിക്കേഡുകൾ, പോലീസിൻ്റെ കർശന പരിശോധന, പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് ഈ ഡ്രസ്സിങ്ങിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവിടെ വലിയ നിയന്ത്രണങ്ങളുണ്ട്. അത് കഴിഞ്ഞ് ദേഹപരിശോധനയും കഴിഞ്ഞ് മാത്രമേ ക്ഷേത്ര ദർശനത്തിന് ഉള്ളിലേക്ക് കടത്തിവിടാറുള്ളൂ. ഇതൊക്കെ അങ്ങനെ നിൽക്കെ ക്ഷേത്രത്തിനുള്ളിൽ കഴിഞ്ഞ 1 വർഷത്തോളം അല്ലെങ്കിൽ 1 വർഷത്തിനപ്പുറമായി നടക്കുന്ന നിരന്തരം മോഷണങ്ങൾ, നിരന്തരം സാധനങ്ങൾ കാണാതാകുന്ന സംഭവം അവിടെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്ത് സെക്യൂരിറ്റിയാണ് അവിടെ ഉള്ളത്? ഇങ്ങനെ നിരന്തരമായി, ഇപ്പോൾ കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ വരുന്ന ഒരു വാർത്ത, അവിടെ നിന്നും അഭിഷേകത്തിനായുള്ള പാൽ, ലിറ്റർ കണക്കിന് പാൽ അവിടെ നിന്നും പുറത്തേക്ക് കടത്തപ്പെട്ടു എന്നുള്ളതാണ്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണ്? ഇവിടെ കൃത്യമായ ആ ഒരു സുരക്ഷാ വീഴ്ച ഇതിനുള്ളിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു വീഴ്ച അവിടെ ഉണ്ടാകണമെങ്കിൽ അത് ആരുടെ പിടിപ്പുകേടാണ്? ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയുടെ തന്നെയാണ്. ക്ഷേത്രകാര്യങ്ങളും ക്ഷേത്ര ചുറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം നോക്കി നടത്തുന്നത് ക്ഷേത്ര ഭരണസമിതിയാണ്. അവർക്കാണ് ക്ഷേത്രത്തിനുള്ളിലെ ഇത്തരം കാര്യങ്ങളുടെ ഒരു പൂർണ്ണ ഉത്തരവാദിത്വം. ക്ഷേത്രത്തിന് പുറത്ത് പോലീസും മറ്റു സെക്യൂരിറ്റിയും പാരാവാരങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അത് മറ്റൊരു കഥയാണ്, നമുക്ക് ചർച്ച ചെയ്യാം, അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ ഒരു വിഷയം പറയുമ്പോൾ ഇത് എങ്ങനെ നമ്മൾ നോക്കിയാലും ഇത് ചെന്ന് നിൽക്കുന്നത് ക്ഷേത്ര ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അപ്പോൾ ക്ഷേത്ര ഭരണസമിതിയുടെ ഒരു വലിയ പിടിപ്പുകേട് തന്നെയാണ് ഇതിന് പിന്നിലുള്ളതെന്ന് നമുക്ക് വളരെ ദുഃഖത്തോടു കൂടി പറയേണ്ടി വരും. കാര്യം, ഇത് പലപ്പോഴും നമ്മൾ തുറന്നു പറയുമ്പോൾ നമുക്കെതിരെ വരുന്ന ഒരു ആരോപണം, നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു. തത്വമയി പോലുള്ള ഹൈന്ദവർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ചാനൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ എപ്പോഴും കരിവാരി തേക്കുന്ന തരത്തിൽ വാർത്തകൾ പടച്ചുവിടുന്നു എന്ന തരത്തിലുള്ള ഒരു പ്രചരണം നമുക്കിടയിൽ തന്നെ, നമ്മുടെ ആൾക്കാർക്കിടയിൽ തന്നെ വ്യാപകമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ നമ്മൾ ആ ചിക്കൻ ബിരിയാണി വിവാദം പുറത്തു കൊണ്ടുവന്നത് ചിലരെയൊക്കെ അലോസരപ്പെടുത്തിയിട്ടുണ്ട്, അസ്വസ്ഥരാക്കിയിട്ടുണ്ട്. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ കാരണം. പക്ഷേ നമ്മൾ പറയുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. നമ്മളൊന്നും കെട്ടുകഥകളായോ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തോന്നുന്ന കാര്യങ്ങളോ ഒന്നും പടച്ചുവിടുന്നതല്ല. നമ്മൾ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക്
നമ്മുടെ കയ്യിൽ ആ തെളിവുകൾ എത്തുമ്പോൾ മാത്രമാണ് നമ്മൾ ഇത്തരം വാർത്തകളായി ഇത് പുറത്തുവിടാറുള്ളത്. ഇനിയും അവിടെ നിന്ന് പുറത്തുവിടാൻ കഴിയാത്ത പല വാർത്തകളും നമ്മുടെ കയ്യിലുണ്ട്, ഇല്ലേ കുമാർ? കഴിഞ്ഞ ഒരു 6 മാസമായി നമ്മൾ ചർച്ച ചെയ്യുന്ന സ്ഫോടനാത്മകമായ പല വാർത്തകളുമുണ്ട്. അത് പക്ഷേ ക്ഷേത്ര സുരക്ഷയെ സംബന്ധിക്കുന്ന കാര്യമല്ലാത്തത് കൊണ്ടാണ് നമ്മളത് ചർച്ച ചെയ്യാത്തത്. കാര്യം അത് ക്ഷേത്രത്തിനൊരു നാണക്കേട് ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഫിൽട്ടർ ചെയ്ത് തന്നെയാണ് വിടുന്നത്. അല്ലാതെ ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്താനോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനെതിരായോ ഒരിക്കലും തത്വമായി വാർത്ത ചെയ്യുന്നില്ല. നമ്മൾ ഈ ചാനൽ തുടങ്ങിയത് മുതൽ പറയാറുണ്ട്, നമ്മൾ വിശ്വാസത്തിൻ്റെ പാതയിലാണ്, ആചാരാനുഷ്ഠാനങ്ങളുടെ പാതയിലാണ്, ഭക്തരോടൊപ്പമാണ്, ഇത് സംരക്ഷിച്ച് പിടിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ചാനലെന്ന്. അത് ഓരോ മുന്നോട്ടുള്ള ചുവടിനും നമ്മളത് പാലിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് തെറ്റ് കാണുമ്പോൾ അതിൻ്റെ തെളിവുകൾ നമ്മൾ കിട്ടുമ്പോൾ കൃത്യമായി പ്രേക്ഷകരുടെ മുന്നിലേക്ക് അത് എത്തിക്കുന്നത്. ഒരുപക്ഷെ ചിക്കൻ ബിരിയാണി വിവാദം കേരളത്തിലെ മറ്റ് എല്ലാ മാധ്യമങ്ങളും, ഒരുപക്ഷെ വലതുപക്ഷത്ത് നിൽക്കുന്ന ഹൈന്ദവ മാധ്യമങ്ങൾ പോലും അത് റിപ്പോർട്ട് മുക്കിയ സമയത്താണ് നമ്മൾ ആ വാർത്ത പുറത്തു കൊണ്ടുവരുന്നത്. അതിനെതിരെ ഒട്ടേറെ വെല്ലുവിളികളും നമുക്കുണ്ടായി, അത് മറ്റൊരു കാര്യം. പക്ഷേ ഇപ്പോഴത്തെ ഈ സംഭവം വരുമ്പോഴും നമുക്ക് കണ്ണടച്ചിരിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ അടിക്കടി അവിടെ ഓരോ സാധനങ്ങളും അപ്രത്യക്ഷമാകുന്നു. ഇപ്പോൾ ഈ പാലിൻ്റെ കാര്യം ഏറ്റവും ഒടുവിലത്തതാണ്. നമ്മളൊന്ന് ഫ്ലാഷ് ബാക്കിലോട്ട് പോയാൽ ഹനുമാൻ സ്വാമിയുടെ കഴുത്തിൽ അണിഞ്ഞിരുന്ന മാല കാണാനില്ല. അവിടുത്തെ പാത്രങ്ങൾ, ഈ പൂജയുമായി ബന്ധപ്പെട്ട പാത്രശേഖരങ്ങളിൽ ഉത്സവത്തിന് പുറത്തേക്കെടുത്ത പൂവട്ടക എന്ന് പറയുന്ന ഒരു സാധനം, അത് മിസ്സിംഗ് ആണ്. അത് ഇതുവരെയും തിരികെ കിട്ടിയിട്ടില്ല, എവിടെയാണെന്ന് അറിയില്ല. ഈ അതിപുരാതനമായ തിരുവാഭരണങ്ങൾ, അതെ, ഇത് അവിടുത്തെ ആൻറ്റിക് സാധനങ്ങളാണ്. ഇപ്പം അവിടുത്തെ അമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്ന് ഒരു ഓടക്കുഴൽ കാണാതായിട്ടുണ്ട്, വലംപിരി ശംഖ് കാണാതായിട്ടുണ്ട്. ഇതൊക്കെ കാണാതാകുന്ന സമയത്തൊരു FIR-ഉം പ്രഹസനവും അന്വേഷണവും ഒക്കെ ആ സമയത്തൊന്നും ഉണ്ടാകും. പക്ഷേ ഇതിനൊന്നിനും ഒന്നും തീരുമാനമായിട്ടില്ല. ഇത് എങ്ങോട്ട് പോയി, ആര് കൊണ്ടുപോയി? ഇപ്പോൾ FIR എടുത്താൽ നോക്കിയാൽ പോലും ഇതൊക്കെ അൺനോൺ എന്ന് എഴുതി വിടുകയാണ്. FIR എടുത്തിട്ടുണ്ട് ഇതിനെല്ലാം, അല്ലേ? ഇതിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിൽ ഇടയ്ക്ക് നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒരു മുൻ ഉദ്യോഗസ്ഥനുമായി നമ്മളിവിടെ ഒരു പ്രത്യേക അഭിമുഖ സംഭാഷണം നടത്തുകയുണ്ടായി. അതിലൊക്കെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, വളരെ പ്രസക്തമായ കാര്യമാണ്. പ്രത്യേകിച്ചും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ, അദ്ദേഹത്തെ ഒന്നും പേരെടുത്തൊന്നും അധിക്ഷേപിക്കുന്നില്ല, കാര്യം അദ്ദേഹം ഒരു വലിയ പദവിയിൽ ഇരിക്കുന്ന ആളാണ്. പക്ഷേ അദ്ദേഹം വന്നതിന് ശേഷമാണ് ഇത്രയും വലിയ പരാതികൾ അവിടെ വരുന്നത്, ഇത്രയധികം സംഭവങ്ങൾ അവിടെ അരങ്ങേറുന്നത്. അപ്പോൾ എന്തായാലും ഇതിനൊക്കെ ഉത്തരം പറയാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്, ഇല്ലേ? അങ്ങനെ അങ്ങ് ഇതിൽ നിന്നൊന്നും കണ്ണടച്ച് ഒഴിഞ്ഞു മാറാനാകില്ല. ഇപ്പോൾ അവിടുത്തെ ജീവനക്കാർക്കിടയിൽ തന്നെയുള്ള വ്യാപകമായ പരാതി എന്തെന്നാൽ, ഇദ്ദേഹം വന്നതിന് ശേഷം അവിടുത്തെ പ്രധാനപ്പെട്ട തസ്തികകളിലൊക്കെ കരാർ നിയമനത്തിലാണ് ആളുകളെ എടുക്കുന്നത്, കരാർ അടിസ്ഥാനത്തിൽ. അപ്പോൾ എന്തെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിനെതിരെ ഒരു ആരോപണം ഉണ്ടായാൽ ഈ കരാർ ജീവനക്കാരനെ അങ്ങ് പിരിച്ചുവിടും പെട്ടെന്ന്. അവിടെ ആ പ്രശ്നം അങ്ങ് ഒതുങ്ങി തീർക്കുകയാണ്, ഒരു FIR ഇട്ട് വയ്ക്കും, പോലീസ് അന്വേഷണം നടക്കുന്നു എന്നും പറയും. ഇതിനപ്പുറം ഇതിൻ്റെ സത്യാവസ്ഥയിലേക്ക് ഒരിക്കലും എത്തുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം. അപ്പോൾ സംഭവിക്കുന്നത് അത് ഒരു സംഭവം കഴിയുമ്പോൾ അടുത്ത് പുതിയൊരു സംഭവം വരുന്നു. ഇത് ഇങ്ങനെ വിഷയത്തിലും കരാർ ജീവനക്കാരനാണ്, ചിക്കൻ ബിരിയാണി വിഷയത്തിലും ആ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ അവിടുത്തെ ഒരു കരാർ ജീവനക്കാരനെ പിരിച്ചു വിട്ടുകൊണ്ടാണ് അന്ന് ആ പരിപാടി ഇത് ഒതുക്കി തീർത്തത്, ആ ഒരു വിവാദം. അതുപോലെ തന്നെയാണ് അവിടുത്തെ ഓരോ കാര്യങ്ങളിലും, ഓരോ മേഖലയിലും ഇതുപോലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പിടിക്കപ്പെടുമ്പോൾ അവിടെയുള്ള ഒരു ജീവനക്കാരനെ അയാൾക്ക് മേലൊരു ആക്ഷൻ എടുക്കുന്നു, ആ പ്രശ്നം അവിടെ ഒതുക്കി തീർക്കുന്നു. അല്ലാതെ ഈ രാജകുടുംബം പോലും അല്ലെങ്കിൽ അവിടുത്തെ ഭരണസമിതി പോലും ഒരു പുനഃപരിശോധനയ്ക്ക് ഇതിനിടയിൽ എന്താണ് കാര്യമായി സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയോ ഒരു വീഴ്ച ഉണ്ട്, ആ വീഴ്ച കൃത്യമായി ഈ പറയുന്ന സുരക്ഷാ ഉത്തരവാദിത്വമുള്ള പോലീസിന് പോലും ഇതുവരെ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അത് വലിയ 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 വിപത്തിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. കാര്യം ഹൈ സെക്യൂരിറ്റി സോണാണ് പത്മനാഭസ്വാമി ക്ഷേത്രം ഉൾപ്പെടുന്ന കോട്ടയ്ക്കകം. പക്ഷേ അവിടെ എത്രത്തോളം സെക്യൂരിറ്റി ഉണ്ട് എന്നുള്ളത് നമ്മൾ അവിടെ പോയി നോക്കണം. ഈ പുറമേ ഒരു മോടി കാണിക്കുന്നുണ്ട്, കുറേ തോക്കുമൊക്കെ തൂക്കി കമാൻഡോസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്, അവിടെ നിന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ പോലീസുകാർ വിലക്കുന്നുണ്ട്, അങ്ങനെയുള്ള ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിനപ്പുറം ഇതൊക്കെ നിസ്സാരമായി തള്ളിക്കളയേണ്ട കാര്യമല്ല. ഈ പറയുമ്പോൾ ചിലർക്കൊക്കെ ഇതിൽ ചില വിയോജിപ്പുകൾ ഉണ്ടാകാം. അവിടെ ചെമ്പകത്തിൻ മൂടിത്തറ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അതുവഴിയാണ് ഈ രാജകുടുംബാംഗങ്ങൾക്ക് ക്ഷേത്രത്തിനുള്ളിലേക്ക് ദർശനം നടത്താൻ പോകാനുള്ള വഴി, അവർക്കുള്ള സ്പെഷ്യൽ വഴിയാണ്. അത് പണ്ടുകാലം മുതൽ ചിത്രയിരുന്നാൾ ദർശനം അല്ലെങ്കിൽ അതിനു മുമ്പ് ഒക്കെ ഈ രാജകുടുംബാംഗങ്ങൾ അവിടെ വരുമ്പോൾ അവർക്ക് യാതൊരു രീതിയിലുള്ള പരിശോധനയോ മറ്റു കാര്യങ്ങളോ ഇല്ല. കാര്യം അവരെ അത്ര പരിപാവനമായിട്ടാണ് നമ്മൾ കാണുന്നത്, ഇല്ലേ? തിരുവിതാംകൂർ രാജകുടുംബത്തിന് എന്നും തിരുവനന്തപുരത്ത് ഉള്ളവർ ഒരു ബഹുമാനം കൊടുത്തിട്ടുണ്ട്, അവരെ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു ബഹുമാനം അവർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ പേരിൽ അവിടെ ദർശനത്തിന് വരുന്ന പലരെയും അതുവഴി തൊഴിയിക്കാൻ കൊണ്ടുവരാറുണ്ട്.
അവർക്കും ഈ തരത്തിലുള്ള ഒരു സെക്യൂരിറ്റി ചെക്കിങ്ങോ ഒന്നുമില്ല. അവർ കൊണ്ടുവരുന്ന പൂജാദ്രവ്യങ്ങളുടെ മേലോ ഒന്നും ചെക്കിംഗ് ഇല്ല. അപ്പോൾ അത് എല്ലാം വളരെ ഫ്രീ ആയിട്ട് ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നു പോവുകയാണ്. കുമാര, ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ PFIയുടെയൊക്കെ ലിസ്റ്റ് വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് പുറത്തു വരുന്നുണ്ടല്ലേ. ഇവിടെ നടത്താൻ അവർ പ്ലാനിട്ടിരുന്ന പല പദ്ധതികളും. തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം ആക്രമിക്കണമെന്ന് തുനിഞ്ഞിറങ്ങുന്ന ഒരാൾ, അതിനുവേണ്ടി പഠിച്ചിറങ്ങുന്ന ഒരാൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പ്രവേശിക്കാനും അവിടുത്തെ സെക്യൂരിറ്റി സംവിധാനങ്ങൾ ബ്രീച്ച് ചെയ്ത് അയാൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടത്താനും അവിടെ വലിയ ഒരു പഴുതുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഒട്ടും കള്ളമാവില്ല. കാര്യം അത് പഴുതുണ്ട് അവിടെ. സുരക്ഷ, അതെ. നിസ്സാരമുള്ള ഈ മോഷണ കേസുകൾക്ക് ഒരു അന്ത്യമുണ്ടാക്കാൻ ഇവർക്ക് പറ്റുന്നില്ല. അത് വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു കുമാറിന് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ഒരു 4-5 മാസം മുമ്പ് അവിടെ മറ്റൊരു തഫ്റ്റ് കേസ് രേഖപ്പെടുത്തിയിരുന്നു. ഒരു സ്വർണ്ണ ഉരുളി, അവിടെ ഈ നിവേദ്യത്തിന് ഉപയോഗിക്കുന്ന ഒരു ഉരുളി കാണാനില്ല. ഈ ഉരുളി ഇവിടെ നിന്ന് ഒറീസ വരെ പോയിട്ട് തിരിച്ചു വന്നു. ഒരു ഭക്തൻ മാറിക്കൊണ്ടുപോയതായി വളരെ നിസ്സാരവൽക്കരിച്ച് ആ കേസിനെ ഒതുക്കി തീർത്തു. ഒറീസയിൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് വന്നു. അതാണ് ആലോചിക്കുന്നത്. ഇവിടുന്നൊരു അത് കാണാതെ പോകുന്ന വസ്തു എന്ന് പറഞ്ഞാൽ മോഷണ വസ്തുവാണ്, ഇല്ലേ? അല്ലെങ്കിൽ ആ വകുപ്പിൽ പെടുത്തുന്ന ഒരു ദ്രവ്യമാണ്. ആ സാധനം സംസ്ഥാനം കടന്ന് വടക്ക് കിഴക്കേ മൂലക്കുള്ളൊരു സംസ്ഥാനത്ത് പോയിട്ട് അത് തിരിച്ചു വരികയാണ്. അപ്പോഴും പറയുന്നത് എന്താണ്? അതൊരു ഭക്തൻ കയ്യൊത്തം പറ്റി മാറിയെടുത്തുകൊണ്ട് പോയി തിരിച്ചു വരുന്നു. ഇത് ക്ഷേത്രത്തിനുള്ളിലുള്ളവരുടെ അറിവില്ലാതെ ഇങ്ങനൊരു സാധനം പെട്ടെന്ന് നടക്കുമോ? ഇത്രയും ഹൈ സെക്യൂരിറ്റി സോണാണ്, മുക്കിനും CCTV. അപ്പോൾ പിന്നെ ഇതൊക്കെ എന്താ, പ്രഹസന വസ്തുക്കളാണോ? ഇവിടെ ഇത്രയും CCTV ക്യാമറകൾ ഇൻസ്റ്റാൾ ചെയ്തതിന് എത്ര കോടി രൂപ ചിലവാക്കിയാണ് ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ക്ഷേത്രത്തിന് ചുറ്റുമായി? അപ്പോൾ ഇതൊക്കെ ഭക്തരുടെ കണ്ണിൽ പൊടിയിടാനുള്ള സംവിധാനങ്ങൾ മാത്രമാണോ? അതോ ഇതിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇതിങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങൾക്ക് ക്ഷേത്ര ഭരണസമിതി തന്നെ ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. ഇത് ചെറിയ കാര്യങ്ങൾ വന്നപ്പോഴൊന്നും നമ്മളിത് ചോദ്യം ചെയ്തിട്ടില്ല. പക്ഷേ നമ്മളിപ്പോൾ ഇതിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. കാര്യം ഈ പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തുകാരുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ്. നമ്മളൊക്കെ നിത്യേനെ ആ നടവഴി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവരാണ്, അല്ലേ? അവിടെ ഒന്ന് വന്നിച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുള്ളത്. അപ്പം നമുക്ക് ആ ക്ഷേത്രവുമായി ഒരു ആത്മബന്ധമുണ്ട്. അവിടെ സംഭവിക്കുന്ന എന്ത് അനിഷ്ട കാര്യങ്ങളും നമ്മളെ മനസ്സുകൂടി വേദനിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ഇനി ആവർത്തിക്കപ്പെടരുത്. അല്ലെങ്കിൽ തന്നെ ഭക്തർക്ക് അത് അറിയാനുള്ള ഒരു റൈറ്റ് ഉണ്ട്, അവിടെ എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത്. ഭക്തരാണല്ലോ ക്ഷേത്രത്തിനെ വളർത്തുന്നത്. അപ്പോൾ ഭക്തർക്ക് അത് കൃത്യമായി അറിയേണ്ടതായിട്ടുണ്ട്, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു. അതും ഹൈ സെക്യൂരിറ്റി സോണിലുള്ള 3 ലെയർ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു മഹാക്ഷേത്രം. ആ മഹാക്ഷേത്രത്തിൽ ഇത്രയധികം നിരീക്ഷണ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും അവിടെ ഓരോ മാസവും ഇപ്പോൾ ഇത്തരത്തിലുള്ള മോഷണ വാർത്തകൾ പുറത്തു വരികയാണ്. വലിയ അപമാനമുണ്ടാക്കുന്ന വാർത്തകളാണ്, വലിയ രീതിയിൽ സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്ന വാർത്തകളാണ്, വലിയ രീതിയിൽ ആശങ്ക ഉണ്ടാക്കുന്ന വാർത്തകളാണ്. സത്യത്തിൽ ഈ ഭരണസമിതിക്ക് ഈ മഹാക്ഷേത്രം ഭരിക്കാൻ കെൽപ്പില്ലാത്ത പോലെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഭരണസമിതിയുടെ ഒരു ഘടന തന്നെ അങ്ങനെയാണ്. രാജകുടുംബത്തിൽ നിന്ന് ഒരു പ്രതിനിധിയുണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രതിനിധിയുണ്ട്, സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്രതിനിധിയുണ്ട്. ഇവരെല്ലാം വ്യത്യസ്ത താല്പര്യക്കാരാണ്. അവിടെ ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് എന്താണ് ഒരു കുശാഗ്ര ബുദ്ധിയുള്ള ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് എന്തൊക്കെ ഭരണ സംവിധാനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം, അതിപ്പോൾ ശബരിമലയായാലും പത്മനാഭസ്വാമി ക്ഷേത്രമായാലും, ക്ഷേത്ര ഭരണത്തെ സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. അയാൾക്കാണ് അതിൻ്റെ പൂർണ്ണമായ അധികാരം. അപ്പോൾ ആ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാര്യങ്ങൾ കൃത്യമായി ചെയ്താൽ അവിടെ ഒരു തരത്തിലുള്ള, അയാൾ സ്ട്രിക്റ്റ് ആണെങ്കിൽ അവിടെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അയാൾക്കറിയാം അതെങ്ങനെ ഏകോപിപ്പിച്ചുകൊണ്ട് പോകണമെന്നുള്ളത്. അയാളുടെ താളം തെറ്റുമ്പോൾ, അല്ലെങ്കിൽ അയാൾ ശരിയല്ലെങ്കിൽ മാത്രമാണ് ഈ സംവിധാനങ്ങൾ മൊത്തം തകിടം മറിയുക. അപ്പോൾ പിന്നെ ഇത് ആർക്ക് എന്ത് വേണോ ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഈ ശരിയല്ല, അദ്ദേഹം ശരിയല്ല എന്ന് പറയുന്നത് ഇതിന് പല കാരണങ്ങളും ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സംരക്ഷണം ചെയ്യാതെ നമ്മുടെ ഫയലുകളിൽ ഇരിക്കുന്ന വാർത്തകളിൽ ഇദ്ദേഹത്തിനെതിരായ ഗുരുതരമായ പല ആരോപണങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൽ ഇങ്ങനെ നിരന്തരം നമ്മൾ കേൾക്കാൻ ആഗ്രഹമില്ലാത്ത, ഒരു ഭക്തർ എന്ന നിലയിൽ നമ്മൾ കേൾക്കാൻ ആഗ്രഹമില്ലാത്ത പല വാർത്തകളും വരുമ്പോൾ തീർച്ചയായും ഇത്തരമൊരാൾക്ക് ധാർമ്മികമായി ആ പദവിയിലിരിക്കാൻ യോഗ്യതയില്ല എന്ന് തീരുമാനിക്കേണ്ടി വരും. ഇല്ല, ഈ ഇദ്ദേഹത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറെ പുറത്താക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ പലപ്പോഴായി നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ചിക്കൻ ബിരിയാണി വിവാദം വന്നപ്പോൾ തന്നെ അന്ന് ഇവിടുത്തെ ശ്രീപത്മനാഭ സേവാ സമിതിയും ഭക്തജന കൂട്ടായ്മയും ഒക്കെ വലിയ പ്രതിഷേധവുമായി ഇറങ്ങിയതാണ്. അറിയാലോ, നമ്മൾ തന്നെ അത് റിപ്പോർട്ട് ചെയ്തതാണ്.
പക്ഷേ അതിനൊക്കെ ശേഷം വീണ്ടും ഇപ്പോൾ അവിടെ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ പഴയതുപോലെ കാര്യങ്ങൾ പോവുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് അവിടുത്തെ താഴികക്കുട പ്രതിഷ്ഠയൊക്കെ നടന്നത്, വലിയ രീതിയിലുള്ള പൂജയും ഒക്കെ ആയിട്ട്. അതിന് പോലും കാരണമായത് നമ്മുടെ വാർത്തയാണ്. ഒരു ഘട്ടത്തിൽ നമ്മൾ ഒരു വാർത്തയായിരുന്നു, കഴിഞ്ഞ 9 വർഷമായി താഴികക്കുടമില്ലാതെയാണ് ഒരു മഹാക്ഷേത്രം, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം പോലെ ലോകപ്രശസ്തി ആർജിച്ച ഒരു ക്ഷേത്രം കഴിഞ്ഞ 9 വർഷമായി താഴികക്കുടമില്ലാതെയാണ് നിലനിന്നിരുന്നത്. എന്തുകൊണ്ടാണ് അവിടെ താഴികക്കുടമില്ലായിരുന്നത്? പൈസ ഇല്ലാഞ്ഞിട്ടാണോ? അവിടുത്തെ താഴികക്കുടം പണിയുന്നതിന് വേണ്ടി ക്ഷേത്രത്തിൽ നിന്ന് 1 രൂപ പോലും എടുക്കേണ്ടി വരുന്നില്ല. അങ്ങോട്ട് സ്പോൺസർ ചെയ്യാൻ ആളുകൾ വരി നിൽക്കുകയാണ്. തിരുവനന്തപുരത്തെ പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ളവർ അങ്ങോട്ട് ചെന്നാണ് പറയുന്നത്, ഞങ്ങളിത് ചെയ്തു തരാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരിത് നീട്ടിക്കൊണ്ടു പോകുന്നത്? എന്തുകൊണ്ടാണ് അത് ചെയ്യാതെ? ചൈതന്യത്തിന്റെ ഒരു പ്രവാഹം നടക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ഒരു ഊർജ്ജ കേന്ദ്രമാണ്. ആ ഊർജ്ജം പൂർണ്ണമായി അവിടെ നിലനിൽക്കണമെങ്കിൽ പല ഘടകങ്ങൾ അതിനകത്ത് വർക്കൗട്ട് ആവേണ്ടതുണ്ട്. അപ്പോൾ അതിലൊരു പ്രശ്നം വരുമ്പോഴാണ് ക്ഷേത്രത്തിൻ്റെ ചൈതന്യ ലോകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. ഇത് വലിയ അനർത്ഥങ്ങൾ വിളിച്ചു വരുത്തും. ഇത് നമ്മൾ സയൻസ് പരമായി നോക്കിയാലും ഇതിന് ദോഷമുണ്ട്, ഇനി വിശ്വാസത്തിൻ്റെ പാതയിൽ നോക്കിയാലും ഇതിന് ദോഷങ്ങളുണ്ട്. എന്തായാലും ഒരു മഹാക്ഷേത്രത്തെ നശിപ്പിച്ച് കളയാനുള്ള എല്ലാ പ്രവണതകളും അതിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് തന്നെ കേൾക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ തിരിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ടാണ് ഇത് വിളിച്ചു പറയുന്നത്. എന്തായാലും അധികാരികളുടെ ശ്രദ്ധ പതിയുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. വീണ്ടും ഒരിക്കൽ കൂടി പറയുകയാണ്, തത്വമയി ഒരിക്കലും ക്ഷേത്രാചാരങ്ങൾക്കോ ക്ഷേത്രങ്ങൾക്കോ എതിരല്ല. ശ്രീപത്മനാഭ ക്ഷേത്രം പോലുള്ള ഒരു മഹാക്ഷേത്രം നിലകൊള്ളുന്ന ഭൂമിയിലാണ് തത്വമയി നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന വിശ്വാസത്തിനെതിരായി, ഇവിടുത്തെ ഭക്തരുടെ ഹൈന്ദവ ആചാരങ്ങൾക്കെതിരായി നടക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾ ശബ്ദമുയർത്തുക തന്നെ ചെയ്യും. തെറ്റ് ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ കൃത്യമായി ചൂണ്ടിക്കാണിക്കും. അത് ഈ പറഞ്ഞതുപോലെ വെറുതെ കെട്ടുകഥകളായോ നമ്മുടെ മിഥ്യാധാരണയിലോ ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ല, കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ ഈ കാര്യം പറയുന്നത്. പക്ഷേ ഇതിൽ കുറേ തെളിവുകൾ ഞങ്ങൾക്കിപ്പോഴും പുറത്തുവിടാൻ സാധ്യമല്ല. അത് ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അതൊക്കെ വച്ചുകൊണ്ടാണ്. അത് ക്ഷേത്രത്തെ ബാധിക്കുന്ന കാര്യമായിരുന്നെങ്കിൽ ഞങ്ങൾ ഇതിനു മുമ്പേ അത് പുറത്തുവിട്ടാണ്. ക്ഷേത്രത്തെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷേ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയുടെ ചില കൊള്ളരുതായ്മകളുടെ തെളിവുകൾ കൃത്യമായി ഞങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങളിത് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഈ അടിക്കടി ഉണ്ടാകുന്ന മോഷണങ്ങൾ, ഈ അവിടെ ഉണ്ടാകുന്ന സുരക്ഷാ വീഴ്ച, ഇതൊക്കെ പരിഹരിച്ചുകൊണ്ട് കുറ്റമറ്റമായ ഒരു സംവിധാനവുമായി മുന്നോട്ട് പോയാൽ നിങ്ങൾക്കൊപ്പം നീങ്ങാൻ ഞങ്ങളുമുണ്ട്, അല്ലേ? അതെ. നമസ്കാരം. രാവുമായണം രാമനെ അറിയണം. സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 9 മണിക്ക്. സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം, നന്ദാവനം, തിരുവനന്തപുരം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്വമയി TV സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന ജൂലൈ മാസം 20 ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത്. 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര്, പഠിക്കുന്ന സ്കൂളിന്റെ ID കാർഡ്, ജനനത്തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം 9034347838 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഒരു കുട്ടിക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 54 കുട്ടികൾക്ക് മാത്രം. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ.